വട്ടിയൂർക്കാവിൽ മാലമോഷണത്തിന്റെ പേരിൽ ദളിത് സ്ത്രീക്ക് മാനസിക പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് അടുത്തയാഴ്ച സമർപ്പിക്കും. ദളിത് സ്ത്രീയായ ബിന്ദു നിരപരാധിയാണെന്നും പേരൂർക്കട പോലീസിന് വീഴ്ച പറ്റിയെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. സ്റ്റേഷനിലെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചില്ല എന്നും 20 മണിക്കൂർ മാനസിക പീഡനത്തിന് ഇരയാക്കിയെന്നുമാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്മേൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവാനുള്ള സാധ്യതയും വരുന്നു. ഡി ബിനോയ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. വട്ടിയൂർക്കാവ് തന്നെയാണോ എന്നുള്ളതാണ്. പേരൂർക്കട പോലീസ് സ്റ്റേഷനാണല്ലോ, അവിടെയാണല്ലോ ഈ സംഭവം നടന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് അടുത്ത ആഴ്ച സമർപ്പിക്കാനിരിക്കെ ആ റിപ്പോർട്ടിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് പോലീസിനെതിരെ? ഡി ബിനോയ്. എം എസ് ഏപ്രിൽ 23 കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. നെടുമങ്ങാട് സ്വദേശിനിയായ ബിന്ദു വട്ടിയൂർക്കാവിലെ ഓമന ഡാനിയൽ എന്ന സ്ത്രീയുടെ വീട്ടിൽ ജോലിക്ക് വന്നതായിരുന്നു. അന്നേ ദിവസം വന്നിട്ട് വളരെ കുറച്ച് ദിവസമേ ആയുള്ളൂ. ഇതിനിടയിലാണ് ഇവരുടെ മാല മോഷണം പോയതായി കാണിച്ചുകൊണ്ട് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുന്നത്. ഈ ഏപ്രിൽ 23 വൈകുന്നേരം തന്നെ ബിന്ദുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അടുത്ത ദിവസം 24 ഉച്ചയ്ക്ക് 12 മണിവരെ കുടിക്കുവാൻ വെള്ളം പോലും നൽകാതെ മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ള പരാതി, അതായത് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം നടത്തിയത്. പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് സംഘമാണ് അന്വേഷണം നടത്തിയത്. DYSP വിദ്യാധരൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ആഴ്ച തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. അതിലെ ഏതാനും വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അന്ന് തന്നെ ഈ ബിന്ദുവിന് വലിയ തരത്തിൽ മാനസിക പീഡനം ഉണ്ടായി എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഒപ്പം അത് വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. നിലവിൽ ഇപ്പോൾ റിപ്പോർട്ടിലെ സൂചനകൾ ഇങ്ങനെയാണ്. ഏകദേശം 20 മണിക്കൂർ സമയം ഈ ദളിത് യുവതി മാനസിക പീഡനത്തിന് ഇരയായി. ശൗചാലയത്തിൽ നിന്നും വെള്ളം എടുത്ത് ശുചിമുറിയിൽ നിന്നും വെള്ളം എടുത്ത് കുടിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന കാര്യം ശരിയാണ്. മാത്രവുമല്ല, സാധാരണഗതിയിൽ ഒരു സ്ത്രീയെ പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന സമയത്ത് ചെയ്യേണ്ട നടപടിക്രമങ്ങൾ കൃത്യമായും പാലിച്ചില്ല. വീട്ടിലെത്തിച്ച് മക്കളുടെയും ഭർത്താവിൻ്റെയും മുന്നിൽ ഒരു കള്ളിയെ പോലെ ചോദ്യം ചെയ്തു. ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള മാനസിക പീഡനം ആ സ്ത്രീക്ക് 20 മണിക്കൂർ ഏൽക്കേണ്ടി വന്നു എന്നുള്ള കൃത്യമായ വസ്തുതകൾ ആ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, നിലവിൽ സസ്പെൻഷനിലുള്ള SI, ASI എന്നിവർ പോലീസ് സ്റ്റേഷനിലെ മറ്റ് 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് വീഴ്ച സംഭവിച്ചു എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിക്ക് ശുപാർശ ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അതേസമയം ഇതുപോലെ തന്നെ ദളിത് പീഡനവുമായി ബന്ധപ്പെട്ടൊരു പരാതി നേരത്തെ തന്നെ കോടതിയിൽ സമീപിച്ചിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ ഈ ബിന്ദു വീട്ടുജോലിക്ക് പോയിരുന്ന ഓമന ഡാനിയലും അവരുടെ മകൾ നിഷയും ഒപ്പം പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ SIയും ASIയും ഇന്നലെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. കാരണം ദളിത് പീഡന കേസുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അറസ്റ്റിന് ഉൾപ്പെടെയുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇപ്പോൾ അവർ മുൻകൂർ ജാമ്യത്തിന് പോയിരിക്കുന്നത്. അടുത്ത ആഴ്ച ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ പിന്നീട് തീരുമാനിക്കേണ്ടത് സിറ്റി പോലീസ് കമ്മീഷണറാണ്. കാരണം വിവിധ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നു. ഇത് മനുഷ്യാവകാശ കമ്മീഷൻ ചുമതലപ്പെടുത്തിയ ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ അന്വേഷണമാണ്. ഇത് കൂടാതെ തന്നെ തിരുവനന്തപുരം സിറ്റി ക്രൈംബ്രാഞ്ചും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും ഒക്കെ തന്നെ ഈ സംഭവത്തിൽ വലിയ തരത്തിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. MS ഡി ബിനോയ്, ഇതിൽ പോലീസ് തന്നെ, ക്രൈംബ്രാഞ്ച് തന്നെ, പോലീസിൻ്റെ തന്നെ വിഭാഗമായിട്ടുള്ള ക്രൈംബ്രാഞ്ച് പോലീസുകാർ പ്രതിസ്ഥാനത്ത് ഉള്ള ഈ ദളിത് സ്ത്രീയെ മാനസികമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പീഡിപ്പിച്ച കേസിൻ്റെ അന്വേഷണ ചുമതല വരുമ്പോൾ അതിൽ എത്രത്തോളം നീതി കിട്ടുമെന്നുള്ള സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു സൂചന ഉണ്ട് എന്ന് തന്നെ പറയാമല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം. കാരണം ഇതിനകത്ത് 2-3 വസ്തുതകൾ അവർ ചൂണ്ടിക്കാണിക്കുന്നത്, ഒന്ന്, ഈ സ്ത്രീക്കെതിരെ പരാതി നൽകിയപ്പോൾ ആ സ്ഥലത്ത്, അതായത് ഈ കളവ് നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടുള്ള ആ സ്ഥലം സന്ദർശിച്ചതിന് ശേഷമുള്ള ഒരു മഹസറും ഒരു റിപ്പോർട്ടും തയ്യാറാക്കണമായിരുന്നു. അത്തരത്തിൽ മഹസറോ റിപ്പോർട്ടോ തയ്യാറാക്കാതെ FIR ഇട്ട് ഈ ദളിത് സ്ത്രീക്കെതിരെ കേസെടുത്തിരിക്കുന്നു. അർത്ഥം അതാണ് ആദ്യ വീഴ്ച. സാധാരണഗതിയിൽ പരാതിക്കാർ നൽകിയ എന്ത് സംഭവമാണോ പരാതി, ആ പരാതിയും നടന്നിരിക്കുന്ന സ്ഥലത്ത്
സ്ഥലത്ത് പോലീസ് സംഘം എത്തി അന്വേഷണം നടത്തി അതിൽ വാസ്തവമായ കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ആരോപിക്കുന്ന ആളിലേക്ക് അന്വേഷണം എത്തുകയും അവരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്താനുള്ള നടപടിക്രമങ്ങളുമുള്ളത്. എന്നാൽ ഇതൊന്നും പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമായ തെളിവ്. അതേസമയം ഓമന ഡാനിയൽ എന്ന് പറയുന്ന സ്ത്രീക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്നുള്ളത് കാര്യവും ഈ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട്. അതായത് ഇവർ ആദ്യം വെച്ചിരുന്ന സ്ഥലത്തല്ല രണ്ടാമത് മാല ഊരി സൂക്ഷിച്ചത്. അതായത് സ്ഥലം മാറിപ്പോയത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയതെന്നാണ് അവർ ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്ന മൊഴി. ആ മൊഴി കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പോലീസിൻ്റെ ഒരു വീഴ്ച പറയുന്നത്. അതായത് ഈ പരാതി നൽകിയ പരാതിക്കാരുടെ വീട്ടിലെത്തി മഹസർ തയ്യാറാക്കുകയോ അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിനപ്പുറത്തേക്ക് ആ സ്ഥലം പരിശോധന നടത്താതെ ഇങ്ങനെ ആരെയാണോ ആരോപിക്കപ്പെട്ടത് ആ സ്ത്രീയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു. ഇത് നടപടിക്രമങ്ങളിലുണ്ടായ പാളിച്ചയാണ്. രണ്ടാമത് ഒരു സ്ത്രീയെ 20 മണിക്കൂറിലധികം സമയം കസ്റ്റഡിയിൽ വെക്കാൻ തക്ക ഒരു തെളിവുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റു കാര്യങ്ങളോ ലഭ്യമാകാതെ പെട്ടെന്ന് തന്നെ FIR ഇട്ട് കേസെടുത്തിരിക്കുന്നു. ചോദ്യം ചെയ്യൽ 20 മണിക്കൂർ വരെ നീണ്ടുപോയിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ കാണിച്ചാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. MS